മയക്കുമരുന്നുകളുടെ വിപണനവും ഉപയോഗവും തടയുന്നതിനുള്ള ഓപ്പറേഷൻ ഡി ഹണ്ട് ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ 1000 കടന്ന കേസുകളുടെ എണ്ണം. ഇതുവരെ 7038 കേസുകളും 7307 അറസ്റ്റും രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2288 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. ലഹരി വസ്തുക്കളുടെയും MDMA പോലുള്ള രാസലഹരി മരുന്നുകളുടെയും വിപണനവും ഉപയോഗവും തടയുന്നതിനും അതിലൂടെ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുന്നതിനുമാണ് സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചത്. ഡ്രൈവ് ഒരു മാസം പിന്നിടുന്നു. സംസ്ഥാന വ്യാപകമായി 70,277 പേരെ ഈ കാലയളവിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. 7038 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 7307 പേരെ അറസ്റ്റ് ചെയ്തു. ഈ കേസുകളിൽ മാരക മയക്കുമരുന്നുകളായ MDMA, കഞ്ചാവ് ബീഡി എന്നീ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2288 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 207 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 214 പേരാണ് അറസ്റ്റിലായത്. സ്ഥിരമായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നവരുടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കി നിരന്തരമായി നിരീക്ഷണം നടത്തിവരികയാണ്. ഓപ്പറേഷൻ ഡി ഹണ്ട് വരും ദിവസങ്ങളിലും തുടരും. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ റേഞ്ച് അടിസ്ഥാനത്തിലുള്ള NDPS കോർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് നടപ്പാക്കുന്നത്. ഈ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങിയ ശേഷം ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.